കാലം വെച്ച് കയറി വന്നാണ്. സേതുലക്ഷ്മി അവരെത്തിയിട്ടുണ്ട്. ഹലോ. അങ്ങോട്ടിരുന്നാട്ടെ. മോന്റെ അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല? ഇല്ലില്ല. ഞങ്ങള് കരുതി എല്ലാരും കൂടെ ആയിരിക്കും വരുന്നതെന്ന്. അതെങ്ങനെ? അവർ അമേരിക്കയിലെ തിരക്കുള്ള ഡോക്ടർമാര്. അത് തന്നെയല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ചെറുക്കനും പെണ്ണും ഇഷ്ടപ്പെടുക എന്നുള്ളതല്ലേ അത് പ്രാധാന്യം. ശരിയാണ്. മോൻ എന്നാ എത്തി? ഇന്നലെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന്. എങ്ങനെയുണ്ട് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ? ഇപ്പൊ തണുപ്പാ. പിന്നെ നമ്മുടെ നാടിന് അത്രയും വരത്തില്ലല്ലോ. അതെ അതെ. അത് പറഞ്ഞാൽ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖമല്ലേ. നമുക്കിങ്ങനെ ഇരുന്നാ മതിയോ? പെൺകുട്ടിയെ ഒന്ന് വിളിച്ചാട്ട് നമ്മുടെ പയ്യനൊന്ന് കാണട്ടെ. സേതു, മോളെ ശ്രീലക്ഷ്മി, അതെ, പെണ്ണിനെ സൂക്ഷിച്ചു നോക്കിക്കോണം. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. സാറേ, പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും. ഇന്നത്തെ കാലമല്ലേ. മനസ്സിലായി മോളെ. ഇരിക്കൂ. ലച്ചു, പഠിച്ചതൊക്കെ എവിടെയാ? ഓ സോറി, അങ്ങനെ വിളിക്കാമോ? ഓ സാരമില്ല, എന്നെ ഇവിടെ എല്ലാവരും അങ്ങനെ വിളിക്കാറ്. ഞാൻ +2 വരെ പഠിച്ചത് ഇവിടെ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. പിന്നെ US പോയി MBBS എടുത്തു. ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്നു. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ അമേരിക്കയിലാണ്. അത് കഴിഞ്ഞ് 2-3 വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തിരുന്നു. പിന്നെ എന്താ? തനിക്ക് എന്നെ ഇഷ്ടമായെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനു മുമ്പ് ആക്ച്വലി ഞാൻ എന്തും തുറന്നു പറയുന്നൊരു കൂട്ടത്തിലാണ്. ഞാൻ ചോദിക്കുന്നൊരു തെറ്റാണെങ്കിൽ സോറി. എന്നാലും എന്താണേലും ചോദിച്ചോളൂ. വേറെയൊന്നുമല്ല, ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രണയമില്ലാത്തൊരു ചുരുക്കമാണല്ലോ. അങ്ങനെ എന്തെങ്കിലും റിലേഷൻ മറ്റോ? വേറെയൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ തവണ ഞാനൊരു പെണ്ണ് കാണാൻ പോയപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടമാണെന്നോ അയാളുടെ കൂടെ ജീവിക്കുന്നോ എന്തോ, അതുകൊണ്ട് ചോദിച്ചതാ. തനിക്കങ്ങനെ കാണില്ല ഞാൻ വിശ്വസിക്കുന്നു. എന്താ അങ്ങനെയല്ലേ? ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു. ഞാൻ അവനെയല്ല സ്നേഹിച്ചത്, അവൻ എന്നെയായിരുന്നു, മരിക്കോളം. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. നന്ദന. Present. ക്രിസ്റ്റി. Present teacher. സീമ. Present. സന്ദീപ്. Present. ആരോമൽ. Present teacher. ശ്രീലക്ഷ്മി. Present teacher. ഗായത്രി. Present. ജീവൻ. 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 ഡാ, നിന്നെ ടീച്ചർ വിളിക്കുന്നു. എവിടെ നോക്കിയിരിക്കുവാടാ? ടീച്ചറെ, ഇവൻ ഈ ജീവൻ ശ്രീഷ്മി നോക്കിക്കൊണ്ടിരിക്കുക. ജീവ, അടങ്ങിയിരുന്നോണോ അതോ തല്ലു വേണോ? ഡാ, നീ എന്തിനാണ് എന്റെ പെൻസിൽ എടുത്ത്? അതെന്നെ നിനക്കെന്താടാ?
എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. ഡാ നിന്റെ പടം വരെ എന്തുവായി? രാജാരവിവർമ്മ ആകും? ഡാ നീ മേടിക്കും. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താടാ ഇന്നലെ മത്സരത്തിന് പോയിട്ട് ജില്ലാതലം അല്ലായിരുന്നോ? അച്ഛാ ചായ. മോളെ നീ ഇതുവരെ ഒരുങ്ങിയല്ലേ സ്കൂളിൽ പോകാൻ വേണ്ടി? ആ ഞാൻ അതുവഴി പോകുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. വേണ്ട അച്ഛാ, ജീവൻ വരും, ഞാൻ അവൻ്റെ കൂടെ പൊയ്ക്കോളാം. ശരി. ദേ ജീവന്റെ ഫോട്ടോ ഉണ്ടല്ലോ ഇന്നത്തെ പത്രത്തിൽ. ആഹാ നോക്കട്ടെ. ആഹാ, അവന് ജില്ലാതലത്തിൽ ചിത്രരചനയ്ക്ക് 1ാം സ്ഥാനമുണ്ടോ? അമ്മേ, മോളെ ദേ ജീവൻ വന്നു. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. അച്ഛാ, നീ എന്താടെ താമസിച്ചേ? നിന്റെ ഫോട്ടോ പത്രത്തിൽ വന്നോണ്ടാണോ? സൂപ്പർ ആയിരുന്നു. ആരേത് കുട്ടനോ? വാ കേറിയിരു കുട്ടാ. നമുക്ക് ഇറങ്ങാം. സ്ഥലം കാണാൻ ഒരു കൂട്ടർ വന്നിരിക്കുന്നു. ഇരിക്കൂ കുട്ടാ, ഞാനൊന്ന് റെഡി ആയിട്ട് വരട്ടെ. സേതുലക്ഷ്മി, ഇവിടെ കുട്ടനെ ചായ എടുത്തേ. ഓ, ഇപ്പോഴാ ഒരു നാരങ്ങ വെള്ളം കുടിച്ച. അതിനെന്താ, ശകലം ചായ കുടിച്ചാട്ടെ. നമുക്കങ്ങോട്ട് ഇറങ്ങിയാലോ? ആ ആയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞിരുന്നത്, പിന്നെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? മോളെ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. മോളാ പറഞ്ഞു. ഉം. കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ നമ്മുടെ മരിച്ചുപോയ ആ രാജന്റെ, ഏത് പയ്യൻ? ആ താടത്തിലെ മരിച്ചുപോയ രാജന്റെ മകൻ, ഒരു സംസാരശേഷിയില്ലാത്ത ഒരു പയ്യനില്ലയോ, അവന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഹായ് ആന്റി. ഇതാര് ശ്രീലക്ഷ്മിയോ? കുറെ നാളായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ജീവനില്ലേ അകത്ത്? രാവിലെ തന്നെ വരയ്ക്കാൻ കയറിയിട്ടുണ്ട്, എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നു. ഒന്ന് വിളിക്കാമോ? മോൾ അകത്തോട്ടിയല്ലേ?
കണ്ണും തമ്മിൽ ആദ്യം ചൊല്ലി, മെല്ലെ മെല്ലെ പിന്നെ കാതിൽ ചൊല്ലി. കണ്ണും കണ്ണും തമ്മിൽ ആദ്യം ചൊല്ലി, മെല്ലെ മെല്ലെ പിന്നെ കാതിൽ ചൊല്ലി. പറയാൻ വിതുമ്പിയ പ്രണയം കനവായി നെഞ്ചതിലെഴുതി. മിഴിനീർ തുള്ളിതൻ പ്രണയം മഴയായി നെഞ്ചതിലൊഴുകി. ആരാരും കാണാ നെഞ്ചിൽ തെളിയും നിൻ ചിത്രം കണ്ടു ചൊല്ലി, ഞാനും പ്രേമം ചൊല്ലി. കണ്ണും കണ്ണും തമ്മിൽ ആദ്യം ചൊല്ലി, മെല്ലെ മെല്ലെ പിന്നെ കാതിൽ ചൊല്ലി. മിഴികൾ കൊണ്ട് മൗനമെഴുതും എനിക്കായി മച്ചിമ്മുമി കൺപീലിയും. കഥകൾ പറയും ശലഭമാകാം നിനക്കായി ഞാൻ കാത്തുവച്ചൊരു മലർപ്പൊയ്കയിൽ. വെൺമേഘത്തേരിൽ നീ പൊന്നൂഞ്ഞാലാടവേ, വെള്ളിക്കൊലുസിൻ മണിക്കൊഞ്ചൽ മൂളി. ആരാരും കാണാതെന്ന പ്രേമം ചൊല്ലി. മാരിവിൽ വർണ്ണത്തേരിൽ വാർമുകിലായി ആരാരും കാണാതന്നൻ പ്രേമം ചൊല്ലി. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടയ്ക്കൽ. മോളെന്തിയേ? ദേ അകത്തുണ്ട്. മോളെ വേഗം റെഡിയാവണം, നമുക്കൊരു യാത്ര പോകണം. എവിടേക്കാ അച്ഛാ? നിന്റെ കുട്ടിക്കാലം തൊട്ടുള്ളൊരു ആഗ്രഹമല്ലേ MBBS പഠിക്കണമെന്ന്? വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും അച്ഛനൊരു സീറ്റ് ഒപ്പിച്ചു അമേരിക്കയിൽ. അയ്യോ അച്ഛാ, ഇവിടെ എവിടെയെങ്കിലും പോരായിരുന്നോ? അവിടുത്തെ സർട്ടിഫിക്കറ്റിന്റെ വിലയൊന്നും വേറെ തന്നെയല്ല. അച്ഛാ, അച്ഛനെങ്ങനെ പെട്ടെന്ന് ഒപ്പിച്ചേ? പെട്ടെന്നൊന്നും അല്ല മോളെ, 2 ആഴ്ചയായിട്ട് അച്ഛൻ ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. എൻ്റെ മോൾ എന്നോടൊരാഗ്രഹം പറഞ്ഞിട്ട് ഞാനത് സാധിച്ചു തന്നില്ലേ, പിന്നെ ഞാൻ എന്ത് അച്ഛനാടി. അപ്പം നാളെയാണ് ഫ്ലൈറ്റ്. നാളെ വൈകിട്ട് പോകുന്നതിന് ഇന്ന് അതല്ല. എന്തിനാ പോകുന്നത്? അവളുടെ ചിറ്റപ്പൻ്റെ വീട്ടിൽ ചെന്നിട്ട് നാളെ അവിടുന്ന് പോകാം. ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റെഡിയാവാൻ നോക്കും, അത്രയേ ഉള്ളൂ കാര്യം. ഗോപിയേട്ടാ ഒരു സോഡ. ആര് അനീഷേട്ടനോ? ഒരു ഓട്ടം കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. തിരുവനന്തപുരം എയർപോർട്ടാ. നമ്മുടെ ശ്രീധരൻപിള്ള ചേട്ടൻ്റെ മോളെ അമേരിക്കയിൽ MBBS പഠിക്കാൻ പോവാ. അവരെ എയർപോർട്ടിൽ കൊണ്ടുവിടണം. കണ്ടോ പിള്ളേര് പഠിക്കാൻ പോകുന്ന കണ്ടോ? നീയൊക്കെ മൊബൈലും കുത്തി വാട്സാപ്പും ഗീട്സാപ്പും കൊണ്ടൊക്കെ നടന്നോ ഇങ്ങനെ? പോയി വല്ലതും പഠിച്ച് രക്ഷപ്പെടാൻ നോക്കിയെടുക്കാം. ശരി 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 ചേട്ടാ. ഓ ശരി ശരി. എത്രയാ ചേച്ചി? ഹലോ. ഹലോ ആന്റി, ഞാൻ സന്ദീപാണേ. എന്താ സന്ദീപേ മോനെ? ആന്റി, ജീവൻ അവിടെ ഇല്ലേ? ജീവൻ ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കാവോ? കൊടുക്കാമല്ലോ. ജീവ, നിനക്കാ ഫോൺ.
ആ ഹലോ ജീവ, ശ്രീലക്ഷ്മിക്ക് അമേരിക്ക MBBS സീറ്റ് കിട്ടി. അവള് പോകുവാടാ, അവളിപ്പോ പോകും. രാ ജീവ. ഹലോ ഹലോ. നീ എവിടെ പോടാ ചേർക്ക? ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, കഞ്ഞി കുടിച്ചിട്ട് പോടാ. അയ്യോ, ഇനി ഇതാരാ? ഹലോ ഹലോ അമ്മ, ജീവനൊന്ന് കൊടുക്കാമോ? അവനിട്ടല്ലേലും ഒന്ന് കൊടുക്കേണ്ടതാ മോനെ. അയ്യോ പ്ലീസ് അമ്മ, ഒന്ന് വേഗം. ജീവൻ പുറത്തോട്ട് പോയല്ലോ മോളെ, മൊബൈലും എടുത്തിട്ടില്ല. എന്താ മോളെ കാര്യം? ഹലോ ഹലോ. ഡേയ് അഹങ്കാരി, നീ ആരെയാടി ഫോൺ വിളിക്കുന്നത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മോളെ എണീക്ക്, റെഡിയാവും, പ്രശ്നം ഉണ്ടാക്കാതെ. വാ മോളെ. ഇതൊക്കെയായിരുന്നു എൻ്റെ ജീവിതം. ഇനി പറ. കണ്ണും കണ്ണും തമ്മിൽ ആദ്യം ചൊല്ലി, മെല്ലെ മെല്ലെ പിന്നെ കാതിൽ ചൊല്ലി,
കണ്ണും കണ്ണും തമ്മിൽ ആദ്യം ചൊല്ലി, മെല്ലെ മെല്ലെ പിന്നെ കാതിൽ ചൊല്ലി. പറയാൻ വിതുമ്പിയ പ്രണയം കനവായി നെഞ്ചതിലെഴുതി. മിഴിനീർ തുള്ളിതൻ പ്രണയം മഴയായി നെഞ്ചതിലൊഴുകി. ആരാരും കാണാ നെഞ്ചിൽ തെളിയും നിൻ ചിത്രം കണ്ടു ചൊല്ലി, ഞാനും പ്രേമം ചൊല്ലി. കണ്ണും കണ്ണും തമ്മിൽ ആദ്യം ചൊല്ലി, മെല്ലെ മെല്ലെ പിന്നെ കാതിൽ ചൊല്ലി.